വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇപ്പം വീണ്ടും എത്തിയിരിക്കുകയാണ് ഏതും തോട്ടത്തില്. വർഷങ്ങളൊന്നല്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷം. അപ്പൊ കൊറേ ദിവസമായി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അതായത് നമ്മളെ ഏട്ടനെ അധിക ദിവസം വരുന്നേ നാട്ടിലുള്ളപ്പെല്ലാം വരുന്നുണ്ട്. നമ്മള് കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് നോക്കുമ്പോ ഇന്ന് അനിയത്തിയും കുഞ്ഞു എല്ലാം വരണമെന്ന് വിചാരിച്ചതാ. കുഞ്ഞു അനിയത്തിയുടെ മോനെല്ലോ നോക്കുമ്പോ അവന് പെട്ടെന്ന് ചെറിയൊരു പനിയൊക്കെ വന്ന് അപ്പൊ നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് വരാന്ന് വിചാരിച്ചേനു. അപ്പൊ നേരെ ഇങ്ങോട്ട് വന്ന് എന്നാ കഴിക്കുന്നേ. അത് പഴുത്തിട്ട് പോലില്ല, സെറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോ ഇന്ന് വരാനുള്ള ഒരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അബ്യു ഉണ്ടായിട്ടുണ്ട്, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. കൊറേ നമ്മള് കഴിച്ചിട്ടാ. അപ്പൊ അതിലൊന്ന് ഈ വർഷത്തെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഏതെങ്കിലും തോട്ടത്തില് വന്ന് മെയിനായിട്ട് നമ്മള് കൊറേ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അവിടെയെല്ലാം കുറച്ച് തെങ്ങെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇത് വിറക് കൊണ്ടിട്ടതാട്ടാ. മരം മുറിച്ച സമയത്തുള്ള വിറകാണ്. എല്ലാം ചെതല് വരാൻ തുടങ്ങി. ഇത് അമ്മ വീട്ടിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ടാണ്. പക്ഷെ ചെതലിൽ വരാൻ തുടങ്ങി ഫുള്ള്. കുറച്ച് കഴിയുമ്പോഴത്തേക്കെല്ലാം പോകും. അപ്പം നിങ്ങൾക്ക് അബിയു കാണിച്ചു തരാം. ഈ വർഷത്തെ അബിയുവിൻ്റെ അധികമൊന്നും ഇല്ല കേട്ടോ. കുറേ എല്ലാം പക്ഷി കൊത്തിയിട്ടും എന്താണ് മറ്റേ എന്നാ ഈ ചെറിയ പ്രാണികളെല്ലാം കൊത്തിയിട്ടെല്ലാം പോയി തേകച്ചു ഫുള്ള് പോയി. അപ്പോൾ കുറച്ചേ ഉള്ളൂ. കുറച്ച് നമ്മൾ കഴിച്ച് ഇനി ഇതാ ഇതിലുള്ള ഇതൊക്കെ ഒന്ന് കാണിക്കാം. കത്തിയാ പക്ഷെ നല്ല രസാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രൂട്ട് പറിക്കാൻ, ഇങ്ങനെ പഴുത്തിട്ട് ഭയങ്കര രസം. അടിയിലെല്ലാം ഉണ്ട് പിത്ത. ഇതിങ്ങനെ കാണാൻ നല്ല രസാട്ടാ. ഇതിന് വരെ ആപ്പിളും ഓറഞ്ചെല്ലാണെങ്കിൽ എന്ത് രസം ഉണ്ടാവും. ഓ ഭയങ്കര ഇഷ്ടം. അത് ഇതാ ഇവിടെയും കൂടിയതുണ്ട്. അതായത് ഫുള്ള് മഞ്ഞ. ഇവിടെ ഇങ്ങനെ ലേശം പച്ചയും കൂടിയായതുകൊണ്ട് ഇത് കണ്ട ഇങ്ങനെ പക്ഷിയെല്ലാം കൊത്തിയിട്ട് കേടായിട്ട് അപ്പോൾ പോയി ഉണങ്ങിപ്പോവും. ഉണ്ടോ ഇത് കിട്ടാതെ എല്ലാം ബാക്കിയായാൽ മതിയായിരുന്നു. ഇത് ഏകദേശം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതും സെറ്റാണ്. ഇതൊക്കെ പറിക്കാൻ നമുക്ക്. പക്ഷെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഒരു കവറോ ഒന്നും കൊണ്ടുവന്നില്ല, എടുക്കാൻ വിട്ടുപോയി. ഏട്ടനില്ലാതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാൻ കവറോ ബാഗോ ഒന്നും എടുത്തില്ല. ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റീൻ്റെ എല്ലാ മോഡലും ഞാൻ യൂട്യൂബിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഓരോ മോഡലിനെ കുറിച്ചെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചക്ക ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ ചക്ക കയറി പറിക്കാൻ അത് മൂത്തിന് പോലും ഇല്ല. ചെറിയതിലുണ്ടായത് കേട്ടാ. ഇപ്പൊ ചക്ക ഉണ്ടാകുന്ന സീസണാ അല്ലല്ലോടി? എനിക്ക് പറഞ്ഞൂടല്ലോ. അല്ല, അതാണ് നമ്മൾ ഓൾ സീസൺ ജാക്ക് ഫ്രൂട്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ചക്ക. ഇനി നമുക്ക് എന്നും ഉണ്ടില്ലേ ബാക്ക് സൈഡിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പറിക്കാം. ഇതാ ജാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് തോന്നുന്നു ഞാൻ എടുത്ത വീഡിയോയിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലേ ശ്രീകുട്ടി? ഇത് ഇതുവരെ നമ്മള് വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇന്നത്തെ ടൈമിലൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എടാ കുറച്ചുകൂടി വലുതാവണം തോന്നും. പറിക്കാനായിട്ടില്ല. ഇതൊന്ന് പറിച്ചു നോക്കാം. സെൽഫ് സർവീസ് അറിയില്ല, നമുക്ക് നോക്കാം. ഗൈസ്, ഒരു പൊടി പഴുത്തിട്ടില്ല. ഇവരെങ്ങനെ ഇത് കഴിക്കുന്നത് ഞാൻ അറിയാം. രണ്ടാളും എന്താ നല്ല പുളിയുണ്ട് കേട്ടാ. വാ നമുക്ക് ഇങ്ങ് നോക്കാലോ. നമ്മളെ പൂളിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ആക്കണമെന്ന് വിചാരിച്ചു. നോക്കുമ്പോ മീനുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ നീ? കുട്ടികളുണ്ട്, കൊറേ ഉണ്ടായിരുന്നു. വെള്ളം ഒരുപാട് വറ്റിപ്പോയി. പക്ഷെ വലിയതില്ല, ഇതിനകത്തില്ലേനാ. ഇതാ ഇവിടെ ഒരു മരമുണ്ട്. ഇതിന്റെ ഇതും പഴുത്തു തുടങ്ങി കേട്ടാ. ഇതാ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടാ. ഈ അബിയോലാനിയ നോക്കിയാ നല്ല വലുപ്പമുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പം കാണുന്നല്ലോ ഗൈസ്, നല്ല വലുപ്പമുണ്ട് കേട്ടോ. നല്ല അത് ഒരെണ്ണേ ഉള്ളൂ തോന്നല്ലേ ഇതിന് മുകളിൽ. അല്ല ഇതാ ഇവിടെ തൊളിഞ്ഞിട്ട്. ഇത് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പഴുത്തിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഇത് വേറെ തന്നെ ഒരു വെറൈറ്റി മോഡലാട്ടോ. ഇങ്ങനെ നീളനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു നീണ്ട പോലെ ആയിട്ട് ഇത് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഇവിടെ വേറെ ഇതൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ ഉണ്ടാകുന്നേ.
അനിയുണ്ട് അങ്ങനെ ഹലോ പറയുന്നു. നോക്കി ഇവിടെ വന്ന് പറിക്കുന്നേ. സിൽമ്പിക്ക് പറിക്കണ്ടേ? ആ കണ്ട്. ഓ അവിടെ ഉണ്ടല്ലേ. ആ അത്യാവശ്യം എല്ലാത്തിനും മുകളിൽ പ്രാവശ്യം ഉണ്ടായില്ല. പക്ഷെ കുറച്ച് ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്കൊന്ന് ഈ വർഷമാണ് ഇത്രയും വലുപ്പം. അല്ല, ഫസ്റ്റ് ടൈമിൽ നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ സെക്കൻഡ് ടൈമിൽ അധികം വലുപ്പം ഉണ്ടായിരുന്നില്ല. ആര് ഇത് ചെറിയ അഭിമാരാട്ടാ. പക്ഷെ ഇതിന്റെ മുകളിലും ഉണ്ടായിട്ടുണ്ട്. ചെറുതാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് പക്ഷി കണ്ടു കഴിഞ്ഞാൽ വേഗം. നമ്മൾ ഈ പ്രാവശ്യം നെറ്റൊന്നും ഇട്ട് കൊടുത്തില്ല, കവർ ഇട്ട് കൊടുത്തില്ല. ഫസ്റ്റ് ടൈം നെറ്റും കവറിലിട്ടത് കൊണ്ട് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം മരം മുറിച്ച ടൈമിൽ എല്ലാവരും ചോദിച്ചത് എന്തിനാ മരമെല്ലാം മുറിച്ച് കളഞ്ഞത് എന്നൊക്കെ. ഭയങ്കര തണലായിരുന്നില്ലേ. ഇപ്പം ഫുള്ള് തെങ്ങ് നട്ടിട്ടുണ്ട്. ഇപ്പം ഫുള്ള് വെയിലാണ്. ബറാബ ഉണ്ടായിട്ടുണ്ട്. ഇതാ നല്ലോണം കഴിച്ചിട്ടുണ്ട് ബറാബ. ഇവിടെ ഇതാ നല്ലോണം കഴിച്ചു. പഴുത്ത് തുടങ്ങിയാ നോക്കട്ടെ. ബറാബ നോക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ടി ഒന്നും പറിക്കണ്ട. അത് പഴുത്തിനില്ല. ശ്രീകുട്ടൻ കഴിക്കണ്ടേ. ഇതിപ്പോ ചാമ്പക്കയും കഴിച്ച് ഇതും എല്ലാം കൂടി ആയിട്ട് അത് അതിന് മുകളിലുണ്ട് 2-3 പഴുത്തത്. അത് പഴുത്തിട്ടില്ല, അത് പറിക്കണ്ട. ആ പറിച്ചു. അതാ പിന്നെ ഒരെണ്ണം കൂടി ഇതാടെ ഇതിന്റെ മുകളിലുണ്ട്. മെല്ലനെ പൊട്ടി പോറേ അത്. അപ്പൊ ശ്രീകുട്ടൻ അതാ കൊറേ അടക്കിയതാ വീണിട്ട് എല്ലാം പെറുക്കി എടുത്തോട്ടെ. ഇപ്പൊ എടുത്ത് വെച്ചു. എന്നിട്ട് പാപ്പ ഇത് കൊത്തിയതല്ല. നീ ഇപ്പൊ പറിച്ചറിയിപ്പോല്ലേ. നമുക്കിത് പൊളിക്കാം. ഇതിന് പൊളിക്കാണ്ട് അങ്ങനെ കടിച്ചിട്ട് നമ്മൾ തിന്നില്ല. ഇവിടെ അടക്കിയെടുക്കല. ഇതാ കൊറേ അടക്കയല്ലേ ഇതാ വീണിട്ട്. അതൊക്കെ പെറുക്കിയെടുക്ക്. ഇതെന്തല്ലോ കൊത്തിയിട്ടുണ്ട് കേട്ടാ. അടി ഇതെന്തല്ലോ കൊത്തിയിട്ടുണ്ട്. ഇതെന്തോ കൊത്തിയിട്ടുണ്ട്. ഇത് കഴിക്കണ്ടാന്ന് തോന്നി. ഇത് നമുക്ക് പൊട്ടക്കിണറ്റിലേക്ക് ആടാം. അവിടെ ഒരു പൊട്ടക്കിണറ്റുണ്ട്. അങ്ങോട്ട് പോലെ കാനിയാ കളഞ്ഞോ. പരിപാടിക്കൊന്നും കിട്ടൂല. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഒരു മടിച്ചി നമ്മളെ എടുക്കാൻ പറഞ്ഞിട്ട് ഓക്ക് കഴിയില്ല. ഇതാ മുന്തിട്ട് കൊല്ലാട്ടോ. എന്താ ഇവരാരും അടക്ക കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അമ്മ കാണിച്ചിരുന്നത്. എന്താ ഉമ്മ തിന്നോ. ഇവിടെ ഉണ്ടേനു കുഴൽ കിണറ്. അപ്പൊ അതെന്നാ ഇവിടെ കിണറാ. അവിടുന്ന് രവി എന്തോ വിളിച്ചു പറയുന്നുണ്ട്. കാടും താണ്ടി നമുക്ക് ഇതിലെടുക്കാം. ഞാനൊന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്താ. ഇതൊരു അടക്ക ഭ്രാന്തനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈവ് നമ്മൾ പകർത്തുന്നു. ഭ്രാന്ത് അടക്ക തന്നെ പ്രൊവൈഡ് ചെയ്തൊരു സഞ്ചി. കവുങ്ങിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം എന്റെ കൈമ തന്നെ കിട്ടി. അമ്മ നമ്മൾ എന്തിനാ വന്നത്? നമ്മൾ അബിയോ പറിക്കാൻ. പിന്നെ നമ്മൾ അടക്കി എന്തിനാ വെറുക്കുന്നേ? ഇരുന്നിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടോ. ഞാനിരിക്കും ചിഞ്ചു വലിക്കും. ഞാനിരിക്കും ആന്റി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ആന്റി ഇരിക്കും, ഞാൻ വലിക്കൂല. കാരണം എന്താ, ആന്റി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ കല്ലെടുത്തെറിയുക എന്ന് ആന്റി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ. ആന്റി എവിടുന്ന് ഒരു അശരീരി. എന്നെ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് ഒക്കെ സ്വിച്ച് കൊണ്ടുപോവാ.
ഓ ആണെന്ന് പറയുന്നത് സ്ലിം ബ്യൂട്ടി. ആ സ്ലിം ബ്യൂട്ടി കാലം പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ ഞാൻ കുറച്ച് തടിച്ചതുകൊണ്ട് ഇപ്പൊ പറയുന്നത് തള്ള വൈബ്. ഞാൻ ഫ്രണ്ടിനെ ഹൃദയപൂർവ്വം നമ്മൾ ഓർമ്മിക്കുന്നു. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ജിമ്മിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓനെ കൊണ്ട് ഞാൻ മാറ്റി അല്ല, ആ ഫ്രണ്ടിനെ നമ്മൾ ഹൃദയപൂർവ്വം ഓർമ്മിക്കുന്നു. ഹൃദയപൂർവ്വം ഓർമ്മിക്കുന്നു. അല്ല, ഓനെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കൂ. അങ്ങനെ നമ്മള് അബിയു പറിക്കാൻ പോവുകയാണ്. ഇതാണ് പറയുന്നത്. പറിച്ചോ? ശ്രദ്ധയോടെ വഴുത്തിട്ടില്ല നല്ലോണം. കൊമ്പടക്കം പൊട്ടിക്കണ്ടേ? കുറച്ച് പച്ച പഴുപ്പ് മാറ്റും. അത് വെച്ചാൽ മതി. അടുത്ത പറിക്കാൻ പോവാണ്. അടുത്തൊരെണ്ണം ഞാനൊന്ന് ട്രൈ ചെയ്തോക്കാം. പച്ചയായിരിക്കുവാ? നീ തൊട്ടതല്ല. ഇത് പച്ചയാണോടാ? നോക്കട്ടെ. എടാ ഉറുമ്പുണ്ട് കേട്ടാ, എല്ലാത്തിന്റെ മുകളിൽ ഉറുമ്പുണ്ട് കേട്ടാ. ലാനി പീനട്ട് ഉണ്ടായിട്ടുണ്ട്. പീനട്ട് അല്ല, വേറെ നമ്മളെ വീടിന്റെ അടുക്ക ഒരു സ്ഥലത്ത് പാത്തിപ്പാലം അറിയോ നിങ്ങൾക്ക്? ആയുധം വെച്ചില്ല കളിയാന്ന് ലാനിയ. നീ കട്ട് ചെയ്യാൻ പോന്നാ? അബിയു കട്ട് ചെയ്യുന്ന പീനട്ട് കച്ചവടം. ആയുധം വെച്ചില്ല കളിയാ ലാനിയ. ശരിക്കും ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യേ. സ്പൂണ് വേണം, എന്നാലേ ശരിക്കും കഴിക്കാൻ പറ്റുള്ളൂ. മുറ്റത്ത് കുറച്ച് കാട് പോലെ പോയിട്ട് ഡ്രസ്സിലെല്ലാം കണ്ടോ ഗൈസ്. ഫുൾ ഇത് ബസ്സിൽ പോകേണ്ടതാ തിരിച്ചിട്ട്. ഇതൊക്കെ ഞാനിനി പെറുക്കി എടുക്കണം. പഴുത്തിരുന്നു ഇത്. പഴുത്തിരുണ്ട്, പക്ഷേ അത്യാവശ്യം പഴുത്തിന്. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിലാണ് പിന്നെയുള്ളത്. ഏറ്റവും വലിയ കാര്യം ഇതാ ഉറുമ്പ് വേണ്ട, നല്ലോണം കടിക്കുന്ന ഉറുമ്പ. ബാക്കി ഇനിയായിട്ട് ഒന്ന് ഇവിടെ പറമ്പിൽ വരുന്ന സമയത്ത് പറിക്കട്ടെ. നമുക്ക് കൊണ്ടുപോകാൻ കറിവേക്കൊന്നുമില്ല, ചെറിയൊരു കവർ മാത്രമേ ഉള്ളൂ, അതിനകത്ത് അത്രയും പറിക്കണ്ടു. ആറെണ്ണ നമ്മൾ അബിയു പറിച്ചത്. ഇനിയിപ്പോൾ ഇത് കവറിലിട്ടിട്ട് കൊണ്ടുപോകാം. വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കേസാലും കഴിഞ്ഞു. ഇത് കടല നമ്മൾ പറമ്പിലേക്ക് വരുമ്പോൾ ഇത് ഒരാൾക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് വാങ്ങിയ സാധനം. മധുരമുണ്ട്, മധുരം ബാക്കി ആയതുകൊണ്ട് ഞാനൊന്ന് കഴിക്കുന്നതേ ഉള്ളൂ. പോവാ. ഇപ്പം നമ്മള് ഏതാ തോട്ടത്തിൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നടക്കണം, കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വെള്ളം വാങ്ങിയത് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളം വാങ്ങിയതിനും അത് അബിയു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കാജേനെ വാങ്ങിയ കവറിൽ തന്നെ അത് ഇടാൻ പറ്റി, അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറിച്ച കവറുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതൊരിക്കലും എല്ലാവരുടെ ബൈ. ലെവിൻ പണക്കത്തിലാണ് കേട്ടോ, അപ്പോൾ അവൻ്റെ ബൈ ഉണ്ടാവില്ല. എൻ്റെ ചെറിയൊരു വഴക്ക് കിട്ടിയിട്ടുണ്ട്, അതുണ്ടാവില്ല. അപ്പോൾ ബൈ ഗൈസ്.